अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी, अंबर जागा, धरती जागी, अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो जागो। ഓം ശാന്തി. സർവശക്തനായ ബാബ, ഗുഡ് മോർണിംഗ്. ഞാൻ ആത്മാവും എൻ്റെ ഈ ശരീരവും രണ്ടും
വെവ്വേറെയാണെന്ന് ഞാൻ അറിയുന്നു. ശരീരം വിറക് കൊണ്ടുള്ള ഒരു പെട്ടിയാണ്. ഞാൻ ആത്മാവ് അതിനെ ഗ്രഹണം ചെയ്തിരിക്കുന്ന ചൈതന്യവജ്രവുമാണ്. ഞാൻ ആത്മാവ് ഭൃകുടി മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആദി അനാദിയിലെ ദിവ്യ തേജസ് ശരീരത്തിലേക്കും ശരീരത്തിന് പുറത്തേക്കും അയച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനായി തിരുനെറ്റിയിലിരിക്കുന്ന ആത്മാവിലേക്ക് അയക്കുന്നു. ആ ദിവ്യ തേജസ്സിനെ ഞാൻ ആസ്വദിക്കുകയാണ്. ഈ ശരീരം ചെളി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു കലമാണ്. 84 വിള്ളലുകൾ വീണ പാത്രം. ഞാൻ ഈ പാത്രത്തിനകത്തിരിക്കുന്നു. ഞാൻ ഈ പാത്രത്തിനകത്തിരിക്കുന്ന മാണിക്യമാണെന്ന് അനുഭവം ചെയ്യുന്നു. ഈ ചെളി മൺപാത്രവും മാണിക്യമായ ആത്മാവും രണ്ടാണെന്ന് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നീലാകാശത്തിൽ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് പോലെ ഞാൻ ആത്മനക്ഷത്രം രാവണന്റെ രാജ്യത്തിലെ സാമഗ്രികൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിലിരിക്കുകയാണ്. ആത്മസിംഹാസനത്തിൽ അകാല സിംഹാസനത്തിലിരിക്കുന്നു. മരണമില്ലാത്ത എന്നെ ഞാൻ അനുഭവിക്കുകയാണ്. മിന്നിത്തിളങ്ങുന്ന ആത്മനക്ഷത്രം. ശതകോടി ശക്തികൾ കൊണ്ട് നിറഞ്ഞ അവിനാശി നക്ഷത്രം. ഞാൻ ഒരിക്കലും പൊലിയാത്ത നക്ഷത്രം. മനോബുദ്ധി സംസ്കാരങ്ങളിലേക്ക് ഈശ്വരീയ ശക്തികൾ നിറയ്ക്കുന്നു.
നക്ഷത്രമായ ആത്മാവിൽ നിന്ന് ആത്മീയ ഊർജം ആകാശത്തിലേക്കും ഭൂമിയിലേക്കും പരന്നൊഴുകുന്നത് ഞാൻ കാണുന്നു. ചെളി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ശരീരത്തിന് ഒരു ദിവസം ഈ മണ്ണിൽ പൊടിഞ്ഞു വീഴുക തന്നെ വേണം. എൻ്റെ മണ്ണാകുന്ന ശരീരം പൊടിഞ്ഞ് പോകുന്നത് ഞാൻ കാണുന്നു. മണ്ണായ ശരീരം മണ്ണിലേക്ക് വിലീനമാകുന്നു. ഈ മൺ ശരീരത്തിനെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ വീട് ലക്ഷ്യമാക്കി ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. സൂക്ഷ്മ ലോകവും കടന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നാലുപാടും ബ്രഹ്മചൈതന്യം. സ്വർണ്ണ ചുവപ്പ് നിറം. ഇവിടെ മഹാജ്യോതിയായ ബാബയെ ഞാൻ ദർശിക്കുന്നു. സർവശക്തനായ ബാബയും മാസ്റ്റർ സർവശക്തിമാനായ ഞാൻ ആത്മാവും മാത്രം. ആ മഹാജ്യോതിയിൽ എൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഏകാഗ്രമാക്കുകയാണ്. ആ പരമജ്യോതിയിൽ നിന്ന് 21 ജന്മത്തേക്ക് വേണ്ട സുഖം, ശാന്തി, പവിത്രത ഞാൻ സ്വന്തമാക്കുന്നു. പന്ത്രണ്ട് ജന്മങ്ങൾ ശ്രീരാമ ശ്രീ സീതാദേവിയോടൊപ്പം ജീവിക്കാനുള്ള ശക്തി, 8 ജന്മങ്ങൾ ശ്രീ ലക്ഷ്മി നാരായണനോടൊപ്പം ജീവിക്കാനുള്ള പ്രാപ്തികൾ, 1 ജന്മം ഈശ്വരൻ്റേതായി ഈശ്വരീയ മര്യാദകൾക്കുള്ളിൽ ജീവിക്കാനുള്ള ധൈര്യം സ്വന്തമാക്കുന്നു. ഞാനിപ്പോ സമ്പന്നവും സമ്പൂർണവുമായ ദാതയുടെ
അതേ ശക്തികളും കലകളും പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എൺപത്തിനാല് ജന്മങ്ങൾ ബ്രഹ്മബാബയോടൊപ്പം സാകാരവതനത്തിൽ ജീവിക്കാനുള്ള യോഗ്യതകൾ ബാബ നിറച്ചു തരുന്നു. ബാബയുടെ സർവഗുണങ്ങളും സർവശക്തികളും പ്രകാശത്തിൻ്റെ മാലകളായി എൻ്റെ മേൽ ബാബ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുടെ ആശാനക്ഷത്രമാണ് ഞാൻ. ബാബയുടെ ഓരോ സങ്കല്പത്തിനെയും മനസ്സിലാക്കി അതേപടി കാര്യങ്ങൾ ചെയ്യുന്ന സഫലതാ നക്ഷത്രമാണ് ഞാൻ, ആത്മാവ്. ഇപ്പോ ബ്രഹ്മത്തിലെ ശാന്തിയുടെ ആഴം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലേക്ക് വേണ്ട മുഴുവൻ തേജസ്സും ഞാൻ പ്രാപ്തമാക്കിയിരിക്കുന്നു. സൂര്യചന്ദ്രവംശകുലത്തിൻ്റെ പ്രാപ്തികൾ എന്നിൽ നിറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ബാബയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മഹാജ്യോതിയായ ബാബ, എൻ്റെ ഭക്തർക്കും എൻ്റെ പ്രജകൾക്കും എന്നോട് കർമ്മക്കണക്കുള്ളവർക്കും ആത്മീയ ഊർജം നൽകി അവരെയും എന്നെപ്പോലെ ബാബയ്ക്ക് സമാനം യോഗ്യരാക്കിയാലും പരംധാമത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ബാബയുടെ സഹായത്തിൻ്റെ സ്വർണിമ കിരണങ്ങൾ മഴ പെയ്യും പോലെ പതിക്കുന്നത് ഞാൻ അറിയുന്നു.
സർവാത്മാക്കളിൽ നിന്നും നേടിയ ആശീർവാദം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നു. ഈ പുണ്യപ്രവർത്തികളെല്ലാം എനിക്കും ഇതുപോലെ ചെയ്യുന്നതിനുള്ള പ്രചോദനം നൽകുകയാണ്. ബാബയെപ്പോലെ എനിക്കും മറ്റുള്ള ആത്മാക്കളെ സഹായിക്കണം. നാടകത്തിൻ്റെ ബാക്കി ഭാഗം നന്നായി അഭിനയിക്കുവാനായി ബാബയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ ബാബയോട് യാത്ര ചോദിച്ച് സാകാര ലോകത്തിലേക്ക് സാകാര ശരീരത്തിലേക്ക് ഞാൻ മടങ്ങുന്നു. ആത്മാഭിമാനിയായി മാറിയ എന്നിൽ അലൗകികമായ ഒരന്തരീക്ഷമുണ്ടാകുന്നു. എനിക്ക് ചുറ്റും ആ അലൗകിക അന്തരീക്ഷത്തെ ഞാൻ അനുഭവിക്കുന്നു. അതിപവിത്രമായ അന്തരീക്ഷം. ഓം ശാന്തി.
ശാന്തി. ഇപ്പോൾ സ്വയം ജ്ഞാനസ്വരൂപ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം ഡ്രാമയെന്ന് മനസ്സിലാക്കൂ. ബിന്ദുവിടൂ. സ്വയം ബിന്ദു സ്വരൂപ ജ്യോതി സ്വരൂപ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. സാകാരിയായും നിരാകാരിയായും ബിന്ദു സ്വരൂപസ്ഥിതിയിൽ മാറി മാറി അഭ്യസിക്കൂ. ആത്മജ്ഞാനത്തെ പ്രായോഗികമാക്കൂ. സ്വയം ജ്ഞാനസ്വരൂപ ജ്യോതി ബിന്ദു സ്വരൂപ ആത്മാവായി അനുഭവം ചെയ്യൂ.
ഇപ്പോൾ സ്വയം ജ്ഞാനസൂര്യനായ ശിവബാബയുടെ സന്താനം മാസ്റ്റർ ജ്ഞാനസൂര്യനെന്ന് മനസ്സിലാക്കൂ. ഞാനാകുന്ന ആത്മാവിൽ സമ്പൂർണമായും പരമാത്മാജ്ഞാനവും മുഴുവൻ സൃഷ്ടിയുടെ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. ഞാൻ ആത്മാവ് മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. മുഴുവൻ ലോകത്തിനും പാവനമായ പരമാത്മാജ്ഞാനം ദാനം ചെയ്യുന്ന മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ദീപ്തമായ ഈ അനുഭവത്തിൽ സ്വയം ലയിച്ചിരിക്കൂ.
ज्योति बिंदु से संबंध जोड़ो, आज वेला है मंगल मिलन की, झूठी माया के जंजाल छोड़ो, एक महाज्योति से मिलाते तुम्हें, आओ बहनों बनो राजयोगी, योग के मार्ग पर हम बुलाते तुम्हें हो, आओ आओ योग का पल भरो जिंदगी में, तुम नहाओगे नित रोशनी में, योग का पल भरो जिंदगी में, तुम नहाओगे नित रोशनी में, दूर तुमसे रहेगा अंधेरा, तुम रहोगे सदा चांदनी में, एक स्वर्गीय दर्शन कराते तुम्हें, आओ भाई बनो राजयोगी, योग के मार्ग पर हम बुलाते तुम्हें हो, आओ आओ
എല്ലാ സങ്കല്പങ്ങളെയും പിൻവലിക്കൂ. ഇപ്പോൾ ഒരു സെക്കൻഡിനുള്ളിൽ മനസ്സും ബുദ്ധിയും കൊണ്ട് നമ്മുടെ മധുരമായ വീട്ടിൽ എത്തിച്ചേരൂ. ഇപ്പോൾ പരംധാമത്തിൽ നിന്നും നമ്മുടെ സൂക്ഷ്മവതനത്തിൽ എത്തിച്ചേരൂ. ഇപ്പോൾ സൂക്ഷ്മവതനത്തിൽ നിന്നും ഈ സാകാരവതനത്തിൽ നമ്മുടെ രാജ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരും. ഇപ്പോൾ നമ്മുടെ പുരുഷോത്തമ സംഗമയുഗത്തിൽ എത്തിച്ചേരും.
ഇപ്പോൾ മധുബനിലേക്ക് വരൂ. ഓം ശാന്തി.
ആരുദീശനോട് ചൊല്ലാതതി കഠിനമെൻ ക്ലേശമെല്ലാം, ക്ലേശങ്ങളോട് ചൊല്ലാം ഈശ്വരനിൻ മഹത്വമെല്ലാം. ദുരിതങ്ങൾ വരുവതായാൽ നീ ചിരിയോടെ നേരിടേണം, ദുരിതങ്ങൾ വരുവതായാൽ നീ ചിരിയോടെ നേരിടേണം. കൊടുങ്കാറ്റിനോടടരാടാനായി സൃഷ്ടിച്ചു നിന്നെ ഈശൻ, ആരുദീശനോട് ചൊല്ലാതതി കഠിനമെൻ ക്ലേശമെല്ലാം, ക്ലേശങ്ങളോട് ചൊല്ലാം ഈശ്വരനിൻ മഹത്വമെല്ലാം, ഈശ്വരനിൻ മഹത്വമെല്ലാം, ഈശ്വരനിൻ മഹത്വമെല്ലാം. അഗ്നിതാപത്തിൽ സ്വർണം സംശുദ്ധമാകുമതുപോലെ, അഗ്നിതാപത്തിൽ സ്വർണം സംശുദ്ധമാകുമതുപോലെ, ദുർഗമമാം വീഥി താണ്ടി താൻ പ്രാപ്യമാം ഹിമശൈലം. ഏകിടും സത്ഫലങ്ങൾ ആത്യന്തികമാമൊരു നാളിൽ, ഏകിടും സത്ഫലങ്ങൾ ആത്യന്തികമാമൊരു നാളിൽ. വളർന്നു വൻമരമാകും വിത്തതു നീ വിതച്ചതാലേ, ആരുദീശനോട് ചൊല്ലാതതി കഠിനമെൻ ക്ലേശമെല്ലാം, ക്ലേശങ്ങളോട് ചൊല്ലാം ഈശ്വരനിൻ മഹത്വമെല്ലാം, ഈശ്വരനിൻ മഹത്വമെല്ലാം, ഈശ്വരനിൻ മഹത്വമെല്ലാം. ആ സർവശക്തി സാന്നിധ്യം നമ്മോട് കൂടിയായാൽ, ആ സർവശക്തി സാന്നിധ്യം നമ്മോട് കൂടിയായാൽ, നീ ചെയ്തിടും കർമ്മമെല്ലാം സാഫല്യമാകും അവനാലേ. പതരാത്ത പാദമോടെ പദമതിലേ ഗമിച്ചിടേണം, പതരാത്ത പാദമോടെ പദമതിലേ ഗമിച്ചിടേണം. സഹസ്രപാദം താണ്ടാൻ സഹയാത്രികനവനുണ്ടാമേ, ആരുദീശനോട് ചൊല്ലാതതി കഠിനമെൻ ക്ലേശമെല്ലാം, ക്ലേശങ്ങളോട്